ഹലോ, നിങ്ങളിതിപ്പോൾ ഓർക്കും എന്താ ഈ ഐബ്രോസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്നല്ലേ? ഇതൊരു സിമ്പിൾ കാര്യമല്ല കേട്ടോ. ഒരു സലൂണിൽ ഐബ്രോസ് നല്ലതായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ സലൂണിൽ ആളേ വരില്ല. നമ്മുടെ ഐബ്രോസിൻ്റെ കട്ടി കുറയോ അല്ലെങ്കിൽ നമ്മുടെ ഐബ്രോസിൻ്റെ ഷേപ്പ് ഒന്ന് മാറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റ്സ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. കാരണം ഒരാളുടെ ഫേസിൻ്റെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഐബ്രോസിലോട്ടാണ്. അപ്പം ആ ഒരു ഐബ്രോസ് ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു നോർമലിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തിന്നായി പോയി കഴിഞ്ഞാൽ ആ തിന്നാവുന്ന ഭാഗങ്ങളിൽ ഒരു നോർമൽ രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് വളരെ സ്ലോലി ആയിരിക്കും. അപ്പം എല്ലാവർക്കും എന്നോടും എൻ്റെ ക്ലയൻറ്റ്സ് എല്ലാവരും പറയുന്നത് തിക്നെസ് കുറയ്ക്കേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുട്ടിക്കാണെങ്കിലും ഭയങ്കര ഗ്രോത്ത് ഉള്ളൊരു ഐബ്രോ ആണ്. അപ്പം തിക്നെസ് കുറയ്ക്കാതെ ചെയ്യുന്നതാണ് കുട്ടിക്ക് ഇഷ്ടം. അപ്പം സ്ഥിരമായിട്ട് നിങ്ങൾ ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം അങ്ങനെ ആകുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഐബ്രോസിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐബ്രോസ് ഒരുപാട് ഡാമേജ് ആവാതിരിക്കില്ല. അല്ലെങ്കിൽ അങ്ങ് പലരും ചെയ്യുമ്പം ഐബ്രോസ് തിന്നാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെന്താ പറയുക, നമ്മുടെ ഐബ്രോസ് നല്ല രീതിയിൽ ഒരു ഐബ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് അതൊരു ഫേഷ്യൽ ചെയ്തതിൻ്റെ എഫക്റ്റ് കിട്ടും എന്നാണ് ഞങ്ങൾ പഠിക്കാറ്. പക്ഷേ അത് സത്യമാണ് കേട്ടോ. നമുക്കൊരു ഐബ്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ഐബ്രോസ് ചെയ്തിട്ടുള്ള എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയുക.